പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, SBS-ന്റെ സഹപ്രവർത്തകരെ, നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് തയ്യാല റേഞ്ചിന്റെ കലോത്സവ പ്രോഗ്രാമിലാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് ഇത് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. എനിക്കിവിടെ അവതരിപ്പിക്കാനുള്ള വിഷയം ലഹരിയിൽ തീരുന്ന കൗമാരം എന്ന വിഷയത്തെ കുറിച്ചാണ്. ഇന്ന് വിദ്യാർത്ഥികളെയും യുവാക്കളെയും മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് എത്തിക്കുന്ന ലഹരി മാഫിയ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗത്തിന് രാജ്യത്ത് രണ്ടാം സ്ഥാനം നമ്മുടെ കേരളത്തിനാണെന്ന് കണക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ 6 മാസം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 1.5 ലക്ഷം കഴിഞ്ഞുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ നമ്മെ ഓർമ്മപ്പെടുത്തി. പ്രിയമുള്ളവരെ, സംസ്കാരം ഒരു വലിയ അലങ്കാരമായി കൊണ്ട് നടക്കുന്നവർക്ക് ഈ കണക്കുകൾ കേവലം ഒരു നെട്ടൽ മാത്രമാണ്. പക്ഷേ പുതിയ തലമുറയ്ക്ക് കേരളത്തിന്റെ നല്ല ഭാവിയും കേരളത്തിന്റെ കെട്ടുറപ്പ് ആഗ്രഹിക്കുന്നവരോട് ഞാനൊന്ന് പറയട്ടെ, ഇതൊരു കൊച്ചു കേരളമാണ്. തലകുനിക്കാം, അത് മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. പ്രിയമുള്ളവരെ, ഞാനൊരു സംഭവം അവതരിപ്പിക്കാം. 13 വയസ്സുകാരൻ 3.5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന വാർത്ത എല്ലാവരും അറിഞ്ഞതാണ്. ഇവിടത്തെ സത്യം, 13 വയസ്സുകാരൻ ലഹരി ഉപയോഗത്തിൽ 35 വയസ്സുകാരന്റെ ചിന്തയിലായിരുന്നു. അതുപോലെ 3-ാം ക്ലാസ്സുകാരന്റെ ബാഗിൽ മദ്യക്കുപ്പി സ്കൂളിന്റെ വരാന്തയിൽ നിന്ന് വീണ് പൊട്ടി. അതും നമ്മുടെ കേരളത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഹാൻസും മറ്റു വസ്തുക്കളും എല്ലാ കടയിലും സുലഭമാണ്. സർക്കാർ നിരോധനം വെറും ഒരു പേരിന് മാത്രമാണ്. സ്കൂൾ പരിസരങ്ങൾ ഫുള്ളും ഇപ്പോൾ ലഹരി മാഫിയയുടെ കീഴിലാണ് ഉള്ളത്. LP മുതൽ മുകളിലേക്കുള്ള കുട്ടികൾ ലഹരി ഉപയോഗം വളരെ കൂടുതലാണ്. പ്രിയമുള്ളവരെ, കഞ്ചാവ് വേട്ടകളില്ലാത്ത പത്രങ്ങൾ ഇറങ്ങുന്നില്ല. പിടിക്കപ്പെടുന്ന നല്ലൊരു ശതമാനവും വിദ്യാർത്ഥികളാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, കൗമാരത്തേക്ക് ലഹരി ഉപയോഗത്തിന് തള്ളിവിടുന്നതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? രക്ഷിതാക്കളാണോ? സഹപാഠികളാണോ? സമൂഹമാണോ? ആരായിരിക്കും? ഇപ്പറഞ്ഞ ഓരോരുത്തരും തന്നെയാണെന്ന് നമുക്ക് പറയാനാകും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.